പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഈ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യജീവനുകൾ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ഒരു കൃത്യമായ കണക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആരൊക്കെയാണ് കാണാതായത്, എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ മേഖലയിൽ ഇന്നലെയൊക്കെ തെരച്ചിൽ നടക്കുമ്പോൾ അവിടെ ഈ നാട്ടുകാരായ ഒരുപാട് പേർ ഈ അപകടത്തിൽ പെട്ടുപോയി. അപ്പോൾ അവശേഷിക്കുന്ന ചിലരാണ് ഈ സെർച്ചിനൊപ്പം ചേരുന്നത്. അപ്പോൾ അവർ വന്ന് കാണിച്ചു കൊടുക്കും, ഇവിടെ വീടുണ്ട്, ഇവിടെയാണ് വീട്, അല്ലെങ്കിൽ ഈ മുറിയിൽ ആൾക്കാരുണ്ടായിരിക്കണം എന്നൊക്കെ. ആ പറയുന്ന പോയിന്റ് അത് ഏകദേശം ധാരണ വെച്ചിട്ടാണ്. കാരണം ആ ഭൂപ്രദേശം മൊത്തം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ JCB കൊണ്ട് കുഴിച്ചു നോക്കി അവിടെ ശരീരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കൂടുതൽ നായ്ക്കളെ കൂടി കൊണ്ടുവരും തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ ഈ നായ്ക്കളെ ഉപയോഗിച്ച് ഈ ഗന്ധം അറിഞ്ഞുകൊണ്ടുള്ള പരിശോധന അതും ഇന്ന് നടത്തും. അത് രാവിലെ തന്നെ ആ ക്രമീകരണവും നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ 7 മണി കഴിയുന്നത് മുതൽ 40 ടീമുകളാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതും ഓരോ സോണുകൾ തിരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറന്മലയും മുണ്ടക്കയും ഉൾപ്പെടെ ഓരോ സോണുകളായി തിരിച്ചുകൊണ്ട് ആ 40 അംഗ സംഘത്തെയാണ് അവിടേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 40 അംഗ സംഘത്തിൽ ആർമിയുടെ ആൾക്കാരുണ്ട്, എയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട്, നേവിയുടെ ആൾക്കാരുണ്ട്, ഫയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട്, അതിനൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുണ്ട്. ഇതുകൂടാതെ എല്ലാ സംഘത്തിലും ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയും 3 നാട്ടുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം അറിയാവുന്ന 3 പേർ അവർക്കൊപ്പം ഉണ്ടാകും. ഈ മേഖല അറിയാവുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാ സ്ക്വാഡുകൾക്കും ഒപ്പം ഉണ്ടാകും. അവർക്ക് പെട്ടെന്ന് തന്നെ ഈ വീടുകൾ എവിടേക്കാണ് എന്നുള്ളത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ കഴിയും. അങ്ങനെ ഈ പരിശോധന എളുപ്പത്തിലാകും. കാരണം ഈ പരിശോധിക്കാൻ വന്നിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ഈ JCB ഡ്രൈവർമാരും ഒക്കെ പുറത്തു നിന്നുള്ളവരാണ്. അവർക്ക് ഇത് എവിടെയാണ്, ഇപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എവിടേക്കാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്, എവിടേക്കാണ് ജനവാസം ഉണ്ടായിരുന്നത്, എവിടേക്കാണ് കടകൾ ഉണ്ടായിരുന്നതൊക്കെ അറിയാവുന്നവർ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഭാഗം പോയി പരിശോധിച്ചിട്ടാണ് ഈ രക്ഷാദൗത്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ചുകൂടെ വിപുലമായി ഈ വേലിപ്പാലം തുറന്നതോടുകൂടി കൂടുതൽ ആംബുലൻസുകൾക്ക് അവിടേക്ക് എത്താൻ കഴിയും, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് അവിടേക്ക് എത്താൻ കഴിയും. അപ്പോൾ മാത്രമല്ല ഈ പുഴയുടെ നടുഭാഗങ്ങളിൽ വലിയ ഉരുളൻ കല്ലുകളാണ് കിടക്കുന്നത്. നമ്മൾ കരുതുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ കല്ലുകൾ. അപ്പോൾ ആ കല്ലുകൾക്കടിയിലൊക്കെ മനുഷ്യർ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൾ ഉന്തി മാറ്റാനൊക്കെ വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് അതെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് വിപുലമായ ഒരു പരിശോധന, അപ്പോൾ കൂടുതൽ കഴിഞ്ഞ ദിവസത്തെക്കാട്ടി കൂടുതൽ ക്രമീകരണങ്ങളോടെ ഒരു പരിശോധന ഇന്ന് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മഴ ഒരു പ്രശ്നം തന്നെയാണ്.